അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു, കുടുംബം, ദൈവദാസന്മാര്, ദൈവമക്കൾ ഏവർക്കും ക്രിസ്തുവേശുള്ള വന്ദനം ഈ രാവിലെ സമയം നിങ്ങളെ അറിയിക്കട്ടെ. ഈ പുതുവർഷത്തിൻ്റെ ഈ രണ്ടാമത്തെ ആഴ്ചയിൽ നിങ്ങളോടുകൂടെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന ഈ വിലപ്പെട്ട സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനേക നന്മകൾ നൽകി. പൗലോസ് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം, ബാക്കി പറ, ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം. ആ ദാനം അനുഭവിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? അവരാരും സ്തോത്രം പറയണ്ട. ഒരു ദൈവത്തിന് ദാനവും പ്രാപിച്ചിട്ടില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ലെന്നുള്ളവരാരും സ്തുതിക്കണ്ട. ദൈവത്തിന്റെ ദാനം ലഭിച്ച ദൈവമക്കളുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞു, ഒന്ന് അധരം തുറന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഒരാരാധന ഇന്ന് പകൽ മുഴങ്ങട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. എത്രയോ ദാനങ്ങൾ ദൈവം നമുക്ക് നൽകി, എത്ര നന്മകൾ ദൈവം നമുക്ക് നൽകി. ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നില്ല. 2019 എത്രയോ പേർ അപകടത്തിൽപ്പെട്ടു. അതേസമയം എത്രയോ പേർ രോഗികളായി ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് നമ്മെ സമാധാനത്തോടും സൗഖ്യത്തോടും കൂടെ, ഒരു പൂർണ്ണ സൗഖ്യമില്ലെങ്കിലും ദൈവസ്ഥലിൽ വരാനുള്ള ആരോഗ്യം തന്ന് ദൈവം നമ്മെ കൊണ്ടുവന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയൊന്ന് ഓർത്ത് ഒന്ന് പകൽ ദൈവത്തിന് നന്ദി പറഞ്ഞേ, അല്പസമയം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മളൊക്കെ പാരമ്പര്യങ്ങളെ വിട്ടു വന്നവരാ, നമ്മൾ സമുദായ കെട്ടുപാടുകളെ വിട്ടു വന്നവരാ. അവിടെ നമുക്ക് ധൂപക്കുറ്റിയുണ്ട്, അവിടെ നമുക്ക് വെള്ളിക്കുരിശുണ്ട്, അവിടെ പലതും കാണാനും കേൾക്കാനും ഉണ്ട്. പക്ഷെ അതെല്ലാം വിട്ടു വന്നത് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനാ. സ്തോത്രം. സാമുദായിക കെട്ടുപാടുകളെ വിട്ട് കടന്നു വന്നത് സത്യത്തിലും ആത്മാവിലും എൻ്റെ ദൈവത്തെ ആരാധിക്കാനാണെങ്കിൽ, എൻ്റെ ദൈവം ആത്മാവാണെങ്കിൽ ആത്മാവിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ വിളിക്കപ്പെട്ട ദൈവജനം ഇന്ന് പകൽ വളർന്നിരിക്കുമ്പോൾ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചു, അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി തന്നു. ഇങ്ങോട്ട് നമ്മൾ വാങ്ങിച്ചു. കർത്താവിദാസൻ ബിനു പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങോട്ട് പ്രാർത്ഥിച്ച് അനവധി കാര്യങ്ങൾ വാങ്ങിച്ചു. പക്ഷെ ഇനി നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, അത് ആരാധന. ഗ്രീക്കിൽ 3 വാക്കുകളായി ആരാധനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ലാട്രിയ എന്നും സെബോമായി എന്നും പ്രോസ്കുനെ എന്നും 3 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രോസ്കുനെ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വണങ്ങി നമസ്കരിക്കുക എന്ന, അവന്റെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന അതിന്റെ അർത്ഥം. സ്തോത്രം. ഇന്ന് പകൽക്കാലം വണങ്ങി നമസ്കരിക്കാനാ. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിനനുസരിച്ച് അങ്ങോട്ടൊന്ന് കൊടുത്തേ. ഇന്നൊന്ന് കൊടുത്ത്, ഇന്ന് പകൽക്കാലം ഒന്ന് കൊടുത്ത്, ദൈവത്തിന് കൊടുത്ത്. സ്തോത്രം. എല്ലാ ദൈവമക്കളെ കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിലും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഇന്ന് പകൽക്കാലം ആരും അധരം പൂട്ടി ഇരിക്കരുത്. ദൈവിക നന്മകൾ അനുഭവിച്ച ദൈവജനം, ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ച ദൈവജനം, ദൈവത്തിന്റെ കൃപ പ്രാപിച്ച ദൈവജനം, ആ ദൈവം നിന്റെ കരത്തെ ബലപ്പെടുത്തി. എത്രയോ പേരുടെ കരങ്ങൾ ചലിക്കാൻ കഴിയാതെ, ചലിക്കാൻ കഴിയാതെ, അധരം തുറക്കാൻ കഴിയാതെ രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ നമ്മുടെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തി, നമ്മുടെ നാവുകളെ ദൈവം ബലപ്പെടുത്തി. ഇന്ന് പകൽക്കാലം അവനെ ആരാധിപ്പാൻ ദൈവം നമ്മെ കൊണ്ടുവന്നെങ്കിൽ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാ ദൈവജനവും അല്പസമയവും ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, പ്രൈസ് ടു ദ ലോർഡ്, ഹല്ലേലൂയ, give glory to the Lord, hallelujah. He is an almighty God, his presence is here. അവന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഉണ്ട്. ആരും ആയും പൂട്ടി ഇരിക്കണ്ട. ഇന്ന് പകൽക്കാലം അധരം തുറന്ന് ദൈവത്തിന്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്തരാത്മാവ് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച ദൈവജനം വായും പൂട്ടി ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ.
സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് അത്രമാത്രം കൊടുക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അനുഗ്രഹം നമ്മുടെ മേൽ പകരുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വണങ്ങി നമസ്കരിക്കുക. ഇന്ന് പകൽ അവന്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്തുവാൻ, വണങ്ങുവാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. ഓർക്കണം, എത്രയോ പേര് രോഗക്കിടക്കയിൽ കിടന്ന് ഒന്ന് പോകാൻ, ആരാധനയ്ക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ കഴിയുന്നില്ല. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുന്നില്ല. ശരീരം തളർന്നു കിടക്കുന്ന എത്രയോ പേരുണ്ട്. നാവുകൾ തുറക്കാൻ കഴിയാതെ കിടക്കുന്നവർ എത്രയോ ഉണ്ട്. ആഗ്രഹിച്ചിട്ടും കഴിയാത്തവർ എത്രയോ പേരുണ്ട്. നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഇന്ന് പകൽ സൗഖ്യത്തോടെ കൊണ്ടുവന്ന ദൈവത്തെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ട അധരങ്ങൾ ഇന്ന് പകൽക്കാലം തുറക്കപ്പെടട്ടെ. ശത്രു ബന്ധിച്ച അനുഭവങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ബന്ധനങ്ങളെ അഴിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ ഈ പുതുവർഷത്തിൽ. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി നാവുകൾ തുറന്ന കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ. ആ ചെവിടന്റെ നാവുകളെ തുറന്ന്, ഹല്ലേലൂയ, അവന്റെ ചെവിയെ ദൈവം തുറന്നു കൊടുത്തെങ്കിൽ, യേശു കൈവച്ചപ്പോൾ അവന്റെ ചെവി തുറന്നു വന്നു. അവന്റെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. 2019 ശത്രു പിടിച്ചു വെച്ച അതേ അടക്കി വെച്ച നാവുകൾ, അധരങ്ങൾ ഇന്ന് പകൽക്കാലം തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അധരങ്ങൾ തുറക്കപ്പെടട്ടെ. ശത്രു കെട്ടിവെച്ച അധരങ്ങൾ, ശത്രു ബന്ധിച്ചു വെച്ച അധരങ്ങൾ ഈ 2020 ദൈവത്തിന് വേണ്ടി തുറക്കപ്പെടട്ടെ. ഈ 2020 ദൈവത്തിന് വേണ്ടി തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം ഹല്ലേലൂയ, ഈ പകൽക്കാലം തുറക്കട്ടെ. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ നിങ്ങളെ വാക്കുകൾ പറഞ്ഞ് ഈ 3/4 മണിക്കൂർ ആരാധിക്കാൻ കഴിയും. പക്ഷേ വചനം കൊണ്ടൊന്ന് പഠിക്കണം. ഞാൻ എടുക്കുന്ന വചന ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതുമുണ്ട്, ദൂതുമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച വെളിപ്പാട് പുസ്തകത്തിന്റെ മുഖവരെയാ പറഞ്ഞത്. വിഷയത്തിലേക്ക് വന്നില്ല. സ്തോത്രം. എനിക്ക് അത് പഠിപ്പിക്കുന്ന രീതിയിൽ എടുക്കാൻ കഴിയും, ദൂതായിട്ട് എടുക്കാൻ കഴിയും. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ദൈവാത്മാവ് ദൂതും പറയാൻ നിയോഗം തരുന്നെങ്കിൽ അതും സ്തോത്രം ദൈവജനം സ്തോത്രം മനസ്സിലാക്കുക. നമുക്ക് കടന്നു വരാം, വിഷയത്തിലേക്ക് വരാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം എടുക്കാം. The book of Revelation chapter 1 verse 1. Please read it, anyone. മൂന്നാം വാക്യം വരെ വായിച്ചാണ്. സമയം അടുത്തിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് മലയാളം ബൈബിളിൽ യോഹന്നാനുണ്ടായ വെളിപ്പാടെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ്, അതായത് കിങ് ജെയിംസ് വെർഷൻ ബൈബിളിലൊക്കെ ദ റിവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന. ഈ മലയാളം ബൈബിൾ കൂട്ടിച്ചേർത്തപ്പോൾ അവർ കൊടുത്ത ഒരു തലക്കെട്ടാണ് യോഹന്നാനുണ്ടായ വെളിപ്പാടെന്ന്. ഈ ബൈബിൾ കൂട്ടിച്ചേർത്തപ്പോൾ അവർ കൊടുത്ത ഒരു തലക്കെട്ടാ അത്. പക്ഷെ ഇത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു, പലരും അന്നില്ലാത്തവരുണ്ട്. ഇനി അവർക്ക് വേണ്ടി ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ പിന്നെ പുറകെ കണ്ടാൽ അവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ വേണം പറഞ്ഞു തരാം, ആവശ്യമുണ്ടെങ്കിൽ. അതിനെ ആവർത്തിക്കുന്നില്ല. അപ്പം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണിത്. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് കർത്താവായ യേശുക്രിസ്തുവാണ്. എഴുത്തുകാരനാണ് അപ്പോസ്തലനായ യോഹന്നാൻ. സ്തോത്രം. ഈ വെളിപ്പാട് പുസ്തകമൊക്കെ ഞാൻ പറഞ്ഞത് പഠിക്കാൻ കഴിയുന്നെങ്കിൽ ഒരു വലിയ
ഭാഗ്യമെന്ന് തന്നെ പറയാം സാർ. കാരണം പലയിടങ്ങളിലും ഈ പുസ്തകങ്ങളൊന്നും എടുക്കാറില്ല, പലയിടത്തും കേൾക്കാറില്ല സാർ. അതുകൊണ്ട് ഇത് പഠിക്കുന്നത് നല്ലതാണ് സാർ. ഇതിനിടയ്ക്ക് ഇവിടെ ദൂതും ഉണ്ട് സ്തോത്രം. അപ്പോൾ സ്തോത്രം, യേശുക്രിസ്തുവിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന് പറയും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടല്ല, യേശുക്രിസ്തുവിൽ നിന്നുള്ള വെളിപ്പാട്. വെളിപ്പാടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായി അറിയാൻ അറിയാത്ത കാര്യങ്ങൾ വാക്കുകളിലൂടെ ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിച്ചു തരുന്നതിനെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. നമുക്ക് സ്വാഭാവികമായി അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ വാക്കുകളിലൂടെ ചിത്രങ്ങളിലൂടെ പറഞ്ഞു തരികയോ അത് പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നതിനെ വെളിപ്പാട് എന്ന് പറയുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിനെ കുറിച്ചൊക്കെ ഞാൻ വിവരിച്ചല്ലോ. പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ, ഏകനായി അവിടെ കിടക്കുമ്പോൾ, അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? പിതാവാം ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് വെളിപ്പാട് കൊടുത്തു. അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് യോഹന്നാന് പ്രദർശിപ്പിച്ചു. പഴയ നിയമപുസ്തകം വായിക്കുമ്പോഴൊക്കെ ദൂതന്മാർ അരുളപ്പാട് അറിയിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൂതന്മാർ സന്ദേശം കൊടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇവിടെയും യേശുക്രിസ്തുവിന് ലഭിച്ച വെളിപ്പാട്, പിതാവാം ദൈവത്തിൽ ലഭിച്ച വെളിപ്പാട്, അത് യേശുക്രിസ്തു തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് യോഹന്നാന് പ്രദർശിപ്പിച്ചു. താൻ പറയാ തൻ്റെ ദാസന്മാരെ. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ച്. ആമോസ് 3:7 തന്റെ ദാസന്മാർക്ക് ഒന്നുകൂടെ വായിച്ചേ. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് ഒരു കാര്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യത്തില്ല. അപ്പൊ പ്രവാചകന്മാർക്ക് തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്ന ദൈവമാ. ഇന്ന് പകൽ ദൈവമക്കൾ ഓർത്തോണം, അത് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ ദൈവാത്മാവ് കാലാകാലങ്ങളിൽ നമ്മോട് സംസാരിക്കുന്നവനാണ്. അവൻ പ്രവാചകന്മാർക്ക് ഒരു കാര്യം വെളിപ്പെടുത്താതെ അവൻ ഒന്നും ചെയ്യുന്നവനല്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു, എന്നെ കുറിച്ചുള്ളത്, എൻ്റെ കുടുംബത്തെ കുറിച്ചുള്ളത്, എൻ്റെ സഭയെ കുറിച്ചുള്ളത് എൻ്റെ ദൈവം മുന്നമേ അറിയിക്കുന്നവനാണ്. അവൻ ഒരു കാര്യവും തൻ്റെ ദാസന്മാർക്ക് അത് അറിയിക്കാതെ ചെയ്യുന്നവനല്ല. സ്തോത്രം. എന്ത് ചെയ്യുന്നു? അത് ഈ വെളിപ്പാടുകൾ യോഹന്നാന് എന്ത് ചെയ്യുന്നു? ദൂതൻ മുഖാന്തരം പ്രദർശിപ്പിച്ചു. സ്തോത്രം. പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എടുത്തു കാട്ടുക, എടുത്തു കാണിക്കുക. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ, സമയം പോകുന്നല്ലോ. സ്തോത്രം. ഇത് വേഗത്തിൽ അല്ലെ, അവിടെ ഒരു വാക്യം നമ്മൾ വായിച്ചത് എന്ത് ചെയ്യുന്നു? വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ അനേക ഇടങ്ങളിൽ വേഗത്തിൽ എന്നുള്ള പദമുണ്ട്. എന്നാൽ നമ്മൾ ഈ വേഗത്തിൽ പറയുമ്പോൾ ഉടനെ അടുത്ത ദിവസം അല്ലെ ഉടനെ സംഭവിക്കും. എന്നാൽ ഈ വേഗത്തിൽ എന്നുള്ള പദം ടക്കോസ് എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ച്, ടക്കോസ് എന്ന ഗ്രീക്ക് പദം, അതിൻ്റെ അർത്ഥം വേഗത്തിൽ നിന്നാണ്, പെട്ടെന്നൊക്കെ ആണെങ്കിലും ഈ സംഭവങ്ങളുടെ വേഗതയാണ്, പ്രവർത്തികളുടെ വേഗതയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സംഭവങ്ങൾ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? സംഭവിക്കുന്നു. കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. വേഗത്തിൽ സംഭവിക്കുന്നതിനെയാണ് കാണിക്കുന്നത്. ആ വാക്യം ഒന്നുകൂടെ, 1-ാം അധ്യായത്തിന്റെ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് ദൈവം തന്റെ ദാസനെ കാണിക്കേണ്ടതിന് സംഭവിക്കാനുള്ളത് എന്താ? ഭാവി സംഭവിക്കാനുള്ളത് യോഹന്നാന് പ്രദർശിപ്പിച്ചു കൊടുത്തു. സ്തോത്രം.
യോഹന്നാന് കാട്ടിക്കൊടുത്തു. സ്തോത്രം. ഈ സംഭവിക്കാനുള്ളത് എന്താ? ഓക്കെ സ്തോത്രം. അതായത് സഭായുഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ 1 അധ്യായം തൊട്ട് 3 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയങ്ങൾ, സഭായുഗത്തിൽ സംഭവിക്കാനുള്ളത്. അടുത്തത് എന്ത് ചെയ്തു? സ്വർഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിലെ വിഷയം. ഇനി സ്തോത്രം മൂന്നാമത് 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഇത് ക്രിസ്തുവിന്റെ പീഡാകാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഒന്നുകൂടി പറഞ്ഞാൽ അത് യഹൂദന്റെ 70-ാം ആഴ്ചവട്ടത്തിൽ സംഭവിക്കുന്നത്. യഹൂദനോടുള്ള ബന്ധത്തിലാണ് 70-ാം ആഴ്ചവട്ടം ഇരിക്കുന്നത്. ആ 70-ാം ആഴ്ചവട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് 6 തൊട്ട് 19 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. സ്തോത്രം. അടുത്തത് 1000-ാം ആണ്ട് വാഴ്ചയിലെ സംഭവങ്ങൾ, 20-ാം അധ്യായത്തിലെ വിഷയം. ഇനി നിത്യമായി വരാനിരിക്കുന്ന പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും സംഭവങ്ങൾ 21-22 അധ്യായങ്ങൾ. അപ്പൊ ഇതാണ് സംഭവിപ്പാനിരിക്കുന്ന വിഷയങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഭാവി കാര്യങ്ങളെ അത് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഭാവി സംഭവിക്കാൻ പോകുന്നത് രാഷ്ട്രങ്ങൾക്ക്, ലോക ജനതകൾക്ക്, ദൈവജനത്തിന്റെ ഭാവി എന്താണെന്ന് ശരിയായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഏക പ്രവചന ഗ്രന്ഥമാണ് ഈ വെളിപ്പാട് പുസ്തകം. സ്തോത്രം. മനുഷ്യന്റെ ഭാവിയെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. സ്തോത്രം. മറ്റൊരു പുസ്തകത്തിലും മനുഷ്യന്റെ ഭാവി, നാളത്തെ ഭാവി എന്താകുമെന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഒരു ഗ്രന്ഥങ്ങളിലും കാണുന്നില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ മാത്രമേ നാളെ മരണാനന്തര ജീവിതത്തിൽ മനുഷ്യന് വരാൻ പോകുന്ന സംഭവങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മുടെ ഭാവി എന്താകുമെന്ന് ഈ വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. അപ്പൊ ഭാവി സംഭവിപ്പാനിരിക്കുന്നത് എന്ത് ചെയ്യുന്നു? കാണിക്കേണ്ടതിന്, അല്ലേ? അത് യോഹന്നാന് കൊടുത്തു. ഇനി ആ 3-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ പ്രവചനത്തിലെ ഈ വെളിപ്പാട് പുസ്തകം പ്രവചനമാണെന്ന് ഈ പുസ്തകത്തിൽ തന്നെ അനേക പ്രാവശ്യം പറയുന്നുണ്ട്. നിങ്ങൾ 22-ാം അധ്യായം എടുത്ത് അതിലെ വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ പ്രവചനം മുദ്രയിടരുത്. ദാനിയേൽ പ്രവചനം മുദ്രയിടപ്പെട്ട പുസ്തകമാണെങ്കിൽ വെളിപ്പാട് പുസ്തകം മുദ്ര തുറക്കപ്പെട്ട പുസ്തകമാണ്. ഇത് മുദ്രയിടരുതെന്നാ പറഞ്ഞത്. അപ്പോൾ ആ 22-ാം അധ്യായത്തിൽ മറ്റു ചില ഭാഗങ്ങളിലുമുണ്ട് ഇത് പ്രവചനമാണെന്ന്. സ്തോത്രം. ഇന്ന് പകൽ ഈ പ്രവചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രവാചകൻ തലേ കൈവച്ച് അങ്ങോട്ട് തലയിട്ട് കുലുക്കി, സ്തോത്രം, മകളെ നിന്നെ മാലല്ല തലയാക്കാമെന്ന് പറഞ്ഞത് മാത്രം പ്രവചനം അല്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം, അതും പ്രവചനമാ. സ്തോത്രം. ദൈവദാസന്മാർ പ്രവചിക്കുന്നുണ്ട്. ദൈവാത്മാവിന്റെ ദൂത്, അതായത് ദൈവത്തിന് പ്രാപിച്ചു കൊടുക്കുന്ന പ്രവചനങ്ങളുണ്ട്. അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പ്രവചനം ഇന്നുമുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നു. എന്നാൽ എല്ലാ കേൾക്കുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ദൈവം കൊടുത്തിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇത് പ്രവചനമാ. സ്തോത്രം. അപ്പൊ ഈ പ്രവചന ഗ്രന്ഥം, ഈ പ്രവചന പുസ്തകത്തിലെ എന്ത് ചെയ്യുന്നു? ഈ പ്രവചന പുസ്തകത്തിലെ ഒന്നുകൂടെ വായിച്ചാട്ട്. ഇത് വായിച്ച് കേൾക്കുന്നവൻ, അല്ലെ? വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നവരെ പ്രമാണിക്കുന്നവരും ഭാഗ്യവന്മാരാ. ഈ ഭാഗ്യപദവി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സന്തോഷമുണ്ടോ? സ്തോത്രം. ഈ വചനം വായിക്കാനും വായിച്ച് കേൾപ്പിക്കാനും അത് പ്രമാണിക്കാനും ഭാഗ്യം ലഭിച്ച ദൈവമക്കളൊന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം.
ഇത് പ്രമാണിക്കാനുള്ള ഭാഗ്യം. സ്തോത്രം. ഈ പ്രവചന ഗ്രന്ഥത്തിലെ വാക്കുകളെ വായിച്ചു കേൾപ്പ്. ഈ മറ്റ് 65 പുസ്തകങ്ങളിലും ഇല്ലാത്ത ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു വാക്യമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഈ ഭാഗത്താണ്. ഏതെങ്കിലും പുസ്തകത്തിൽ മറ്റു ഇത് ഇങ്ങനെ ഉണ്ടോ? ഈ പ്രവചന വായിച്ച് കേൾപ്പിക്കുന്നവൻ, വായിക്കുന്നവര്, പ്രമാണിക്കുന്നവര് ഭാഗ്യവാന്മാരാ. സ്തോത്രം. ലോകത്തിൽ പലരും ലോകത്തിൽ എന്തെങ്കിലും നേടുന്നതിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ നാട്ടിലേക്കാന്ന് പറയുമ്പോൾ ഈ ലോട്ടറി ഒക്കെ അടിക്കുന്നവർ ഭാഗ്യം അല്ലേ, ലോട്ടറി. അപ്പൊ ലോകത്തിൽ എന്തെങ്കിലും ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോകം ഭാഗ്യവാനെന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഇത് വായിക്കുന്നവൻ, ഇത് വായിച്ചു കേൾപ്പിക്കുന്നവൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇത് അത് വായിച്ച് കേൾപ്പിക്കണം. ഒരുപക്ഷെ എന്ത് ചെയ്യുന്നു, അക്ഷരാഭ്യാസം ഇല്ലാത്തവരെ ഇത് വായിച്ച് കേൾപ്പിക്കണം. അതൊരു ഭാഗ്യമാണ് കേട്ടോ. ഇത് വായിക്കണം. വെളിപ്പാട് ദിവസം വായിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. ഇത് വായിക്കണം. മാത്രമല്ല അടുത്തത്, ഇത് പ്രമാണിക്കുന്നവര് ഭാഗ്യവാന്മാര്. സ്തോത്രം. ഇത് പ്രമാണിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നല്ലോ, അല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പ്രമാണിക്കുന്നവര് ഭാഗ്യവാന്മാരാ. ഇത് പ്രമാണിക്കാനാണ് നമ്മൾ വന്നത്. നാം നിന്ന സമുദായങ്ങൾ നമ്മുടെ പല പ്രിയപ്പെട്ടവരും സമുദായങ്ങളിൽ വന്നവരുണ്ട്, മറ്റ് സമുദായങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അപ്പം നമ്മൾ എന്തിനാ അവിടെ നിന്ന് വന്നത്? സ്തോത്രം. അവിടെ നമുക്ക് മരിക്കുമ്പോൾ കുഴിച്ചിടാൻ സെമിത്തേരി ഇല്ലാഞ്ഞിട്ടാണോ? അവിടെ നമ്മുടെ മക്കളെ വിവാഹം കഴിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടായിരുന്നോ? അല്ലെ നമ്മുടെ കടം വീട്ടാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണോ? അമേരിക്ക വരാൻ വേണ്ടിയാണോ പെന്തക്കോസ്തിലേക്ക് വന്നത്? ആണോ? അല്ല, പിന്നെ എന്തിനാ വന്നേ? പറ. നിന്ന സമുദായങ്ങൾ ഇതൊന്നുമില്ലായിരുന്നോ? സെമിത്തേരി ഇല്ലായിരുന്നോ? അവിടെ കല്യാണം നടക്കുന്നില്ലേ? അവിടെ പലതും ലഭിക്കുന്നില്ലേ? അതൊക്കെ വിട്ടേച്ച് പെന്തക്കോസ്തി വന്ന എന്തിനാ? ഈ വചനം പ്രമാണിച്ച് നിത്യതയിൽ പോകാൻ വേണ്ടിയാണോ? സ്വർഗത്തിൽ പോകാനാ നമ്മൾ വന്നതെങ്കിൽ സ്വർഗത്തിൽ പോകണം. സ്തോത്രം. പലതും വിട്ടു വന്ന നമ്മൾ അതെ നിത്യതയിൽ പോകാൻ വേണ്ടിയാ ഇതിലേക്ക് വന്നത്. ഇത് സത്യമാണെന്ന് മനസ്സിലായി ഇത് പ്രമാണിക്കാൻ വന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യ പദവി. ഈ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ എവിടെ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കരറ്റാൻ കഴിയുമോ? ഇത് പ്രമാണിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ സഹോദരങ്ങൾക്ക് ലഭിക്കാത്ത ഭാഗ്യം, എൻ്റെ വീട്ടുകാർക്ക് ലഭിക്കാത്ത ഭാഗ്യം, എൻ്റെ നാട്ടുകാർക്ക് ലഭിക്കാത്ത ഭാഗ്യം, എൻ്റെ കൂട്ടുകാർക്ക് ലഭിക്കാത്ത ഭാഗ്യം എനിക്ക് ദൈവം തന്നല്ലോ. ഇന്ന് പകലൊന്ന് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇത് പ്രമാണിക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ഭാഗ്യവാന്മാരാ കേട്ടോ. ആരെങ്കിലും ഭാഗ്യദോഷികൾ എന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നമ്മൾ ഭാഗ്യവാന്മാരാ. സ്തോത്രം. സ്തോത്രം പറയാമോ? നമ്മൾ ഭാഗ്യവാന്മാരാ, ഭാഗ്യവതികളാ. സ്തോത്രം. സ്തോത്രം. ഈ ഭാഗ്യപദവി ലഭിച്ച ദൈവമക്കളൊന്ന് സന്തോഷിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഭാഗ്യപദവി ലഭിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച്. നിന്നെ പലരും ഭാഗ്യദോഷി എന്ന് പറഞ്ഞ് അത് വിടക്ക് കണ്ണ് നിന്നെ തള്ളിയപ്പോൾ അവരുടെ നടുവിൽ നീ അനുസരിപ്പാൻ പ്രമാണിക്കാൻ ഇറങ്ങി തിരിച്ച ദൈവം നിന്നെ ദൈവം അത് മാനിച്ചെങ്കിൽ, ഹല്ലേലൂയ, അതിന്റെ അനുഗ്രഹങ്ങൾ ദൈവം തന്നെങ്കിൽ, ദൈവത്തിന്റെ നന്മകൾ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഭാഗ്യപദവിയാ. ദൈവത്തെ അനുസരിക്കാൻ നമ്മൾ ഇറങ്ങി തിരിച്ചവരാ. ഈ പ്രമാണത്തിന് മാറ്റമല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ആശാരിപ്പണി തടിപ്പണി വന്നപ്പം ഒരു ഉയരം കുറഞ്ഞപ്പോൾ ആശാരി വന്നു. അന്നേരം മുഴങ്കോൽ എന്ന് പറയാ മനസ്സിലാവും? അതിൻ്റെ ഇംഗ്ലീഷ് എന്തോ എനിക്ക് അറിഞ്ഞൂടാ.
മുഴങ്കോല്, ആ നീളം കുറഞ്ഞ മുഴങ്കോല് കൊണ്ട് ആശാരി വന്നത്. വീട്ടിൽ നീളമുള്ള ഒരു ആശാരി വന്നു. അന്നേരം നീളമുള്ളൊരു മുഴങ്കോല് കൊണ്ടാ വന്നത്. ആണോ? നിങ്ങൾ കണ്ടുണ്ടോ? നമ്മുടെയൊക്കെ വീടുകളിൽ നാട്ടിൽ ആശാരി പണി ചെയ്യിപ്പിട്ടുള്ളവരാണല്ലോ അല്ലേ? തടിയുടെ പണിക്ക് അങ്ങനെയാണോ? ചെയ്തോ? ആശാരിയുടെ നീളത്തിനൊത്ത് മുഴങ്കോല് കുറയ്ക്കാറില്ല. ഉണ്ടോ ജെയിംസ്? ആശാരിയുടെ നീളത്തിനൊത്ത് മുഴങ്കോല് കൂട്ടാറുമില്ല. കേട്ടോ? മനസ്സിലായോ? ഇതില് കൂട്ടാനും കുറയ്ക്കാനും പാടില്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാ. ഇത് പ്രമാണിച്ചോണം സ്വർഗത്തിൽ പോകണമെങ്കിൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പറന്നിടുമേ, ഞാനും പറന്നിടുമേ എന്ന് പറഞ്ഞ് കയ്യും കാലും വിട്ട് അടിക്കത്തേ ഉള്ളൂ, മേളോട്ട് പോകത്തില്ല. ഈ വചനം പ്രമാണിക്കാത്ത ഒരുത്തനും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. വചനമാണ് നമുക്ക് അത് ആധാരമായിരിക്കുന്നത്. അപ്പൊ പലതും വിട്ടു വന്ന നമ്മളിത് പ്രമാണിക്കാൻ വന്നവരാണെങ്കിൽ ഈ വചനം പ്രമാണിക്കാനാ ദൈവത്തിന്റെ വചനം നമ്മോട് കൽപ്പിക്കുന്നു. ഈ ഭാഗ്യപദവി ലഭിച്ച ദൈവമക്കൾ പ്രമാണിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. പ്രമാണിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ നമ്മളെക്കാൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ വീട്ടുകളില് ഡോക്ടറേറ്റ് എടുത്തവരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും ലഭിക്കാത്ത പദവിയല്ലേ ദൈവം നമുക്ക് തന്നത്. ആ കുടുംബങ്ങളിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചില്ലേ? അതെ, ഉന്നത വിദ്യാഭ്യാസമുള്ളവരുടെ കുടുംബങ്ങളിൽ നിന്ന്, അതെ, ഉന്നത കുടുംബങ്ങളിൽ നിന്ന്, പേരുകെട്ട കുടുംബങ്ങളിൽ നിന്ന് കർത്താവിനെ സേവിക്കാൻ നിന്ദകളും ആക്ഷേപങ്ങളും സഹിച്ച്, അതെ, പ്രതികൂലങ്ങൾ സഹിച്ച്, നിന്ദകൾ സഹിച്ച് ഒരു കാലത്ത് അത് വേട്ടപ്പട്ടിയെ പോലെ ഓടിച്ച ഒരു കാലഘട്ടമുണ്ട്. അതേ, ഒരു തുണിക്ക് മറുതുണിയില്ലാതെ ഞെരുങ്ങിയ കാലങ്ങളുണ്ട് പിതാക്കന്മാരുടെ കാലത്ത്. അന്നും ഈ പ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ നമ്മുടെ പിതാക്കന്മാർ നിന്നെങ്കിൽ, നമ്മുടെ പഴയ ആൾക്കാർ അതിനുവേണ്ടി നിന്നെങ്കിൽ, പിതാക്കന്മാർ ആ പ്രമാണത്തിൽ നിന്നെങ്കിൽ, എന്റെ പ്രിയ തലമുറയെ, നീ ഈ പ്രമാണം പിടിക്കാൻ, അതെ, ഈ പ്രമാണം മുറുകെ പിടിക്കാൻ നീയും ബാധ്യസ്ഥനാണ്, നീയും ബാധ്യസ്ഥതയുള്ളവളാണ്. ഇന്ന് പകൽക്കാലം ഓർത്താണ്, ഈ പ്രമാണത്തിന് അയവ് വരരുത്. സത്യം പറയാമോ? സത്യം. ഹല്ലേലൂയ. ഈ പ്രമാണമാണ് നമുക്കെന്നുമുള്ളത്. സ്തോത്രം, സ്തോത്രം. ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാ. സങ്കീർത്തനത്തിലൊക്കെ ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. 1-ാം സങ്കീർത്തനം തൊട്ട് 128-ാം സങ്കീർത്തനം വരെ ഭാഗ്യവാൻ. കൽപ്പന അനുസരിക്കുന്നവര്, വഴികൾ നടക്കുന്നവര് ഒക്കെ ഭാഗ്യം. എന്നാൽ ഇതുപോലൊരു വാഗ്ദാനം ഒറ്റ ബൈബിളിലും, ഒറ്റ പുസ്തകങ്ങളിലുമില്ല. ഈ വചനം വായിച്ച് കേൾപ്പിക്കുന്നവൻ, ഇത് വായിക്കുന്നവൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാ. ഇന്ന് പകലൊന്ന് പറയാം, ഞാൻ ഭാഗ്യവതിയാ. ഹല്ലേലൂയ. ഞാൻ ഭാഗ്യവാനാ. ഇന്ന് പകൽക്കാലം ഒന്ന് പറഞ്ഞേ, ഒന്ന് ദൈവത്തെ സ്തുതിച്ച്, ഒന്ന് സന്തോഷിച്ച് നിങ്ങളുടെ ഹൃദയം. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് ദൈവത്തിൽ ഒന്ന് സന്തോഷിച്ച്, ഈ ഭാഗ്യപദവി ദൈവം എനിക്ക് തന്നു. ഇത് വായിക്കാൻ, ഇത് വായിച്ച് കേൾപ്പിക്കാൻ, ഇത് പ്രമാണിക്കാൻ ഭാഗ്യം എനിക്ക് തന്നു. സ്തോത്രം. ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലദൽഫിയ സഭയോട് ദൂത് പറയുമ്പോൾ, നീ എൻ്റെ വചനം കാത്തു. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തു. പ്രതികൂലങ്ങളുടെ നടുവിലും വചനം കാക്കാമോ, വചനത്തിൽ നിൽക്കാമോ, ദൈവം നമ്മളെ മാനിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേക ദുരുപദേശങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാ. ദുരുപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ദൈവജനം തെറ്റിപ്പോകരുത്. ദൈവജനം ദൈവത്തിന്റെ വചനം നന്നായി ഗ്രഹിക്കണം. ദുരുപദേശങ്ങളുടെ പുറകെ പോകരുത്. സ്വർഗമില്ല നരകമില്ലെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. നമ്മൾ സ്വർഗത്തിൽ പോകാനാ സ്തോത്രം വന്നതെങ്കിൽ അത് നമുക്ക് നഷ്ടമാകരുത്. സ്വർഗം നഷ്ടമാകരുത്, നിത്യത നഷ്ടമാകരുത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനുവേണ്ടി വാഞ്ചി പ്രമാണിക്കുന്ന ഒരു ഭാഗ്യം. ഈ തിരുവചനത്തിൽ 7 ഭാഗ്യവാന്മാരെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ വിഷയം നിർത്താം.
ബാക്കിയുള്ള വിഷയങ്ങൾ. എൻ്റെ കുറിവാക്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ 10-ാം വാക്യം, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ. ആ വിഷയം ഞാൻ എടുക്കും. എന്നാൽ ഈ 1-ാം അധ്യായത്തിലെ ചില വിഷയങ്ങൾ നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിച്ചിട്ട് 10-ാം വാക്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുസ്തകം. ഈ 3-ാം വാക്യത്തിൽ അതുപോലെ ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ ബൈബിളിൽ, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 ഭാഗ്യവാന്മാർ, 7 ഇതിനകത്ത് കൂടുതലും നമ്മുടെ 7 കാഹളങ്ങൾ, 7 പൊൻനിലവിളക്ക്, 7 സഭകൾ, 7 നക്ഷത്രങ്ങൾ, 7 മൂർത്തികൾ, 7 മുദ്രകൾ, 7 അതേ നൂതന കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ഈ 7 എന്നുള്ളത് ദൈവിക പൂർണ്ണതയെ കാണിക്കുക. 6 മാനുഷിക പൂർണ്ണതയെ കാണിക്കുമ്പോൾ 7 ദൈവിക പൂർണ്ണതയെ കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. 7 ദൈവിക പൂർണ്ണത. അതിനെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ എഴുത്തുകാരൻ ഞാൻ വായിച്ചത്, 1 എന്നുള്ളത് ദൈവത്തിൻ്റെ ഏകത്വത്തെ കാണിക്കുക, 2 എന്നുള്ളത് ഐക്യത, ദൈവത്തിൻ്റെ ഐക്യതയെ കാണിക്കുക, 3 എന്നുള്ളത് ദൈവിക തൃത്വത്തെ കാണിക്കുക, 4 എന്നുള്ളത് 4 ദിക്കുകളെ, 4 ദിശകളെ കാണിക്കുക, 5 എന്നുള്ളത് തൃത്വം ഐക്യതയിൽ പ്രവർത്തിക്കുന്നതിനെ കാണിക്കുക, 6 മാനുഷിക പൂർണ്ണത, 7 ദൈവിക പൂർണ്ണത. അപ്പൊ ഈ 7 മുദ്രകൾ, ഇങ്ങനെ പലതും ഈ 7 പുസ്തകം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ 7 ഭാഗ്യവാന്മാർ, അത് നമുക്ക് വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം. ഒന്ന് വായിച്ചാട്ട് 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. സാധാരണ മരണ വീട്ടിലൊക്കെ ഉദ്ധരിക്കാറുള്ള ഒരു വേദഭാഗമാണിത്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ പീഡാകാലത്ത് രക്തസാക്ഷികളായി മരിക്കുന്ന വിശുദ്ധന്മാരോടനുബന്ധിച്ചാണ് ഈ വേദഭാഗം അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അതെല്ലാ കാലത്തുമുള്ള വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുന്നത് ഒരു ഭാഗ്യമാണ് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൽ മരിക്കുന്നെങ്കിൽ അതൊരു വലിയ ഭാഗ്യ പദവി തന്നെയാണ്. ഞാൻ വിശുദ്ധത്തിലേക്ക് പോകുന്നില്ല, സമയം പോകുന്നതുകൊണ്ട്. 2-ാമത്തെ 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വേഗത്തിൽ. ഞാൻ കള്ളനെ പോലെ വരും. എന്ത് ചെയ്യുന്നു? തൻ്റെ ലജ്ജ. ഈ കള്ളനെ പോലെ വരും കർത്താവിൻ്റെ സ്ഥലം, ഈ മഹത്വ പ്രത്യക്ഷതയോട് ബന്ധത്തിലെ ആ ഭാഗം അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് കേട്ടോ. സന്ദർഭോചിതമായി ചിന്തിക്കണം. അപ്പൊ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ കള്ളനായിട്ട് വരുമെന്നല്ല, കള്ളനായിട്ട് വരുമെന്ന് പറഞ്ഞാൽ അർത്ഥം മാറുകയാണ്. ഞാൻ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളോട് മനസ്സിലാക്കണം. ഈ കള്ളൻ പകലത്തെ വേഷത്തിലല്ല രാത്രി കക്കാൻ വരുന്നത്, അല്ലേ? അതുപോലെ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? അമർത്യതയുള്ള തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാ അവൻ വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. 2-ാമത്തത്, സ്തോത്രം, കള്ളൻ വരുന്ന സമയം ആരെ അറിയിക്കത്തില്ല. നിങ്ങളെ ആരെ അറിയിച്ചിട്ടാണ് ഞാൻ ഇന്ന സമയത്ത് വരും പറഞ്ഞാൽ കള്ളൻ കക്കാൻ വരുന്നേ? ഉണ്ടോ? അല്ല. സമയം കാണിച്ചുകൊണ്ടല്ല കള്ളൻ വരുന്നത്. സ്തോത്രം. എൻ്റെ കർത്താവും വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. സ്തോത്രം. ഏത് സമയത്തും വരും. വിശദീകരിക്കാൻ അധികം സമയമില്ല. 3-ാമത്തത് എന്ത് ചെയ്യുന്നു? സ്ഥലം നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് കിടക്കുന്ന അതേ സ്ഥലം വെറും വേസ്റ്റുകൾ പറക്കാനാണോ കള്ളം വരുന്നത്? ഏതെങ്കിലും കള്ളം അവിടെ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഈ പരിസരത്ത് കിടക്കുന്ന അത് പൊട്ടിയ കലവും ചട്ടിയും അത് പാത്രങ്ങളൊക്കെ പറക്കാം? അല്ല, വിലപിടിപ്പുള്ളത് എടുക്കാനാ കള്ളം വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എങ്കിൽ വിലപിടിപ്പുള്ള ദൈവത്തിന്റെ സഭയാകുന്ന നമ്മെ, ഹല്ലേലൂയ, അവന്റെ ധനമാകുന്ന നമ്മെ ചേർക്കാനാ എൻ്റെ കർത്താവ് വരുന്നതെങ്കിൽ അത് വലിയ ധനം, ഹല്ലേലൂയ, അവന്റെ സഭയാണ് അവന്റെ ധനം. അതുകൊണ്ട് നമ്മെ ചേർക്കാനാ കർത്താവ് വരുന്നത്. കള്ളനെ പോലെ വരുമെന്നുള്ളത് ഈ നിലയിൽ നമ്മൾക്ക് അതിൻ്റെ അർത്ഥം സമയം അറിയത്തില്ല.
അതുപോലെ വിലപ്പെട്ടത് എടുക്കാൻ, ഏറ്റവും വിലയേറിയത് എടുക്കാനാ വരുന്നത്. അതുപോലെ നമ്മെ ചേർക്കാനാ സ്തോത്രം നമ്മുടെ കർത്താവ് വരുന്നത്. ഇനി അടുത്ത ഭാഗം അതിന്റെ 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അടുത്തത് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർക്ക് സ്തോത്രം. കുഞ്ഞാടിന്റെ ഒരു വിവാഹ മഹോത്സവം സ്വർഗത്തിൽ നടക്കാൻ പോവുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിനെ ഒരു പ്രതിരൂപമായിട്ടാ കുഞ്ഞാടെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിത് ഓർത്ത് എന്താ ഈ കുഞ്ഞാട്, ഒരിക്കൽ ഒരു കല്യാണത്തിനൊന്ന് ഒരു ദൈവദാസൻ കുഞ്ഞാടിന്റെ കാര്യം പറഞ്ഞു. കുഞ്ഞാടിന് അപ്പോൾ ഒരാൾ വന്ന് അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എനിക്കിവിടെ ഒരു കുഞ്ഞാടിനെ തരണേന്ന്. അവർക്കറിയത്തില്ല ഈ കുഞ്ഞാട് എന്തുവാന്ന്. ഈ ഹൈന്ദവ സമുദായത്തിലുള്ളവർക്കൊക്കെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ കുഞ്ഞാട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ മറ്റ് ഉള്ളവർക്കൊന്നും ഈ കുഞ്ഞാട് അറിയത്തില്ല. എന്താ ഞാനതിങ്ങനെ ചിന്തിച്ച് ഈ കുഞ്ഞാടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചത് യഹൂദന്റെ പെസഹായിക്ക് കുഞ്ഞാടിനെയായി യാഗമർപ്പിക്കുന്നത്. പെസഹ കുഞ്ഞാട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പെസഹായിക്ക് കുഞ്ഞാടിനെ 10-ാം ദിവസം വേർതിരിച്ചിട്ട് 14-ാം ദിവസം അതിനെ മാറ്റി അതിനെ അറക്കുന്നു. 10-ാം ദിവസം അതിനെ വേർതിരിച്ച് നിർത്തുന്നു, 14-ാം ദിവസം അതിനെ അറക്കുന്നു. അപ്പൊ ആ കുഞ്ഞാടിനോടുള്ള ബന്ധത്തിലായിരിക്കും കർത്താവിനെയും ആ കുഞ്ഞാടെന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം ഈ വെളിപ്പാട് പുസ്തകത്തിൽ 27 പ്രാവശ്യം അർണിയോൺ എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ച്. അർണിയോൺ എന്ന ഗ്രീക്ക് പദം കുഞ്ഞാട്. അപ്പൊ യഹൂദന് മനസ്സിലാകുന്ന കുഞ്ഞാടെന്നുള്ള നിലയിൽ ആ നിലയിൽ നമ്മുടെ കർത്താവ് അറക്കപ്പെട്ട കുഞ്ഞാടാ. അവന്റെ വിവാഹ മഹോത്സവത്തിന് വേണ്ടി തന്റെ സഭയെ സ്വർഗത്തിലേക്ക് ചേർത്ത് അവിടെ ഒരു വിവാഹ മഹോത്സവം നടക്കാൻ പോകുക. അതിന് ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ, അതിന് ക്ഷണം ലഭിച്ച ദൈവമക്കളും ദൈവത്തെ സ്തുതിച്ച് ആ കുഞ്ഞാടിന്റെ വിവാഹ മഹോത്സവത്തിന് ക്ഷണിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. ആണോ ക്ഷണിക്കപ്പെട്ടവരാ. അവന്റെ സഭയാകുന്ന മണവാട്ടി സ്തോത്രം ക്ഷണിക്കപ്പെട്ടവരാ. ആ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവാഹത്തിന് പോകാൻ എല്ലാവർക്കും താല്പര്യമാ, സന്തോഷമാ. ആ കുഞ്ഞാടിന്റെ വിവാഹ മഹോത്സവത്തിൽ അവിടെ നമ്മൾ കാണണം കേട്ടോ. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ കാന്തയാണ് ദൈവസഭ. അടുത്ത വേഗത്തിൽ പോകട്ടെ, സമയം പോകുന്നുണ്ട്. അടുത്ത 20-ന്റെ 6-ാം വാക്യം. വേറൊരാൾ 22-ന്റെ 7. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. ഒന്നാമത്തെ പുനരുത്ഥാനം, അതിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാ. 2 പുനരുത്ഥാനങ്ങളാണ് ഉള്ളത്. ചിലതിനെ വളരെ അത് വിശദീകരിച്ച് 5 ഉണ്ട് 7 ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് നീതിമാന്മാരുടെ പുനരുത്ഥാനവും നീതികെട്ടവരുടെ പുനരുത്ഥാനവും, ഇത് 2 പുനരുത്ഥാനമാണ്. അപ്പൊ ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത്, അതായത് ആദാമിന്റെ കാലം മുതൽ, അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ അത് വിശുദ്ധനായ ഹാബേൽ മുതൽ, നീതിമാനായ ഹാബേൽ മുതൽ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പ് വരെ മരിച്ചുപോയ സകല വിശുദ്ധന്മാരുടെയും പുനരുത്ഥാനമാണ് ഒന്നാം പുനരുത്ഥാനം. മനസ്സിലായോ? ഹാബേൽ തുടങ്ങിയുള്ള നീതിമാന്മാർ, വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം. ഹാബേൽ തുടങ്ങി സഹസ്രാബ്ദ വാഴ്ച, ഈ ഭൂമിയിൽ സഹസ്രാബ്ദ വാഴ്ച നടക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന്റെ പീഡാകാലത്തും മരിക്കുന്ന യഹൂദ വിശുദ്ധന്മാരുണ്ട്. അങ്ങനെ അപ്പൊ ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പ് വരെ മരിക്കുന്ന സകല വിശുദ്ധന്മാരുടെയും പുനരുത്ഥാനമാണ് ഒന്നാം പുനരുത്ഥാനം. എന്നാൽ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് നീതികെട്ടവരുടെ പുനരുത്ഥാനം, ദുഷ്ടന്മാരുടെ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ അതാ നീതികെട്ടവരുടെ. അങ്ങനെ 2 പുനരുത്ഥാനമാണ്. അപ്പൊ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗ്യം ലഭിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അടുത്ത 22-ന്റെ വേഗത്തിൽ. ഈ വചനത്തിൽ, ഈ പ്രവചനത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് പ്രമാണിക്കുന്ന 22-14.
ആ ആ ആ അലക്കുന്ന വസ്ത്രം അലക്കുന്ന പറഞ്ഞാൽ ജീവിത വിശുദ്ധിയെ കാണിക്കുക. ജീവിതമാകുന്ന വസ്ത്രം അലക്കി സൂക്ഷിക്കുന്നവരെ ആ ഭാഗ്യവന്മാർ. 7 ഭാഗ്യവന്മാരെ കുറിച്ച് വെളിപ്പാട് പുസ്തകം. ഇനി 22-ാമത്തെ 18-ാം വാക്കോട് വായിച്ചവിടെ നിർത്താം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നെന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിലെ ബാധ ദൈവത്തിന് വരുത്തും. അടുത്തത്, ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിൽ നിന്ന് നഗരത്തിലും അവന്റെ അംശം നീക്കിക്കളയും. ഇതിനോട് കൂട്ടാൻ പാടില്ല, ഇതിനോട് കുറയ്ക്കാനും പാടില്ല. ഇത് സ്തോത്ര ഹല്ലേലൂയ. ഈ പ്രവചനത്തിൽ നിന്നൊന്നും കൂട്ടാൻ പാടില്ല, ഒന്നും കുറയ്ക്കാൻ പാടില്ല. സ്തോത്രം. ഇത് നമുക്ക് ആവശ്യമായി തന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയട്ടെ. ഭാഗ്യവാന്മാരാ നമ്മൾ, ഭാഗ്യവതികളാ നമ്മൾ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈ പ്രവചനം വായിച്ച് കേൾക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ, അത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പാട്ടുകൾ പാടി ദൈവം ഭാഗ്യം അർപ്പിക്കുവാനുള്ള സ്തോത്ര വഴിപാട് അർപ്പിക്കുകയും ദൈവത്തിന് മഹത്വം കരേറ്റുവാനുള്ള സമയം കൂടിയാണ്. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റതാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് വളരെ വേഗത്തിൽ ഓടുകയാണ്. നാം വളരെ പതുക്കെയും ഓടുകയാണ്. സ്തോത്രം. നാം വളരെ പതുക്കെയാണ് പോകുന്നത്. നാം തല ഉയർത്തി നോക്കുക. തിരുവചനം പറയുന്നത് നാം തല ഉയർത്തി നോക്കുക. സമയം അടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അതെത്ര വലിയ ഭാഗ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം മറച്ചു വെക്കരുത്. വെളിപ്പാട് പുസ്തകം നാം മടക്കി വെക്കരുത്. വേദപുസ്തകം നാം മടക്കി വെക്കരുത്. സാധാരണ ഞാൻ ചോദിക്കും, ഇന്ന് വേദപുസ്തകം വായിച്ച എത്ര പേരുണ്ടെന്ന്. അവിടെ കൈവക്കുന്നില്ല. അവൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആഴ്ച വേദപുസ്തകം വായിച്ച എത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതും ഞാൻ ചോദിക്കുന്നില്ല. അവൻ ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണം. മനസ്സിൽ